ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ഒരു ജനറൽ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് നിലവിൽ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. നമുക്ക് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇത് കമ്പനി ലൈനർ തന്നെ കിടക്കണേ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിനോടനുബന്ധിച്ച് വന്ന മറ്റേ ഡാംബർ റബ്ബറാണത്. അത് ഓൾറെഡി പൊട്ടിയ കിടക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലെയിൻ വന്നിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. ബാറ്ററി ഇതും ഇരിക്കുന്നത് SF സോണിക്കിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ബാറ്ററിയും കൂടി കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.80 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ബാറ്ററി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കാണണേ. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ബാറ്ററിയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റേതായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബാറ്ററി ചെക്കിങ്ങിൽ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. അതേപോലെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ കേബിൾ പൊട്ടിയ നിൽക്കണേ. അപ്പോൾ മീറ്റർ കേബിൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നല്ല പാഡാണ് കേട്ടോ. ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട്. വേറെ യൂണിറ്റൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും ഓൾറെഡി പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ കോൺടാക്റ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്ട് ലൈറ്റ്, ഹോണ്, സ്വിച്ച് അതിനോടനുബന്ധിച്ച് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും അതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ബാറ്ററി ഒന്നും നമ്മൾ ഓൾറെഡി അതിനകത്ത് കൂട്ടണില്ല. നിലവിൽ നമുക്ക് സ്പീഡോമീറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ, വീലിൻ്റെ ഡാംബർ റബ്ബർ, സർവീസ് ഓയിൽ, അതൊക്കെ എല്ലാം പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.